ഇവർ വിവാഹിതരായാൽ ഭൂമിജ തൻ്റെ അമ്മയെ തിരിച്ചറിയുന്നത് കാണാനായിട്ട് സാധിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിജ സ്വന്തം വീട്ടിലേക്ക് കാലങ്ങൾക്ക് ശേഷം കടന്നു ചെല്ലുന്നു. അവർ ഭൂമിജയെ ഒരു ഫംഗ്ഷന് ഇൻവൈറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഭൂമിജ കാലങ്ങൾക്ക് ശേഷം അവിടേക്ക് കടന്നു ചെല്ലുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം ഭൂമിജയുടെ അടുത്താണെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിൽ അവരുടെ പെങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവളാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഭൂമിജയോട് തട്ടിക്കയറുന്നു, തർക്കുത്തരം പറയുന്നു. അവൾ വന്നത് ഇഷ്ടമല്ലാത്ത രീതിയിൽ പെരുമാറുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ഭൂമിജയാണെങ്കിൽ അവൾക്കിട്ട് ഒന്ന് കൊടുക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നു. ഭൂമിജ പറയുന്നുണ്ട്, നിന്നെ പോലെയല്ലടി ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ വീട്ടിൽ കയറി എങ്ങനെ പെരുമാറണമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അല്ലാതെ ആവശ്യമില്ലാതെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറൊന്നുമില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം നിൻ്റെ ഉദ്ദേശമൊക്കെ മനസ്സിലായിടി. എൻ്റെ അജയിനെ തട്ടിയെടുക്കാനല്ലേ നീ പരിശ്രമിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എന്തിന് നിൻ്റെ അജയിനെ എനിക്ക് അതിൻ്റെയൊന്നും യാതൊരു തരത്തിലുള്ള ആവശ്യമോ കാര്യമോ ഒന്നുമില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയം നമ്മുടെ അജയാണെങ്കിൽ പറയുന്നുണ്ട്, എൻ്റെ പൊന്നെ നീയൊന്നും പതിയെ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരിക്കും ഭൂമിജ, നീ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാണോ എന്ന് ചോദിക്കുകയാണ്. അതായത് തൻ്റെ വീട്ടിലുള്ള ആളെ സംരക്ഷിക്കുകയും പുറത്തുനിന്ന് വന്ന ഭൂമിജയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും ചെയ്യുന്ന അജയിനെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഭൂമിജ പറയുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലുള്ളവരെ സംരക്ഷിച്ചോളൂ, അതിനൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ എന്നെ വൃത്തികെട്ടവളായി മോശപ്പെട്ടവളായി കാണിക്കാൻ ഒരിക്കലും ഞാൻ ആരെയും അനുവദിക്കില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതിനിടയിലാണ് നമ്മുടെ അജയാണെങ്കിൽ അപ്പച്ചിയാണ് സത്യം പറഞ്ഞാൽ ഭൂമിജയുടെ അമ്മ കേട്ടോ. അപ്പച്ചിയാണെങ്കിൽ അജയോട് പറയുന്നുണ്ട്, നീ എൻ്റെ മകളെ എനിക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തന്നെ, എൻ്റെ കാണാതെ പോയ മകളെ എന്ന് പറഞ്ഞ് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.